ഹലോ മുത്തുമണികളെ. അപ്പം നമുക്കിന്ന് എന്താണ്, ചോറ്, ബീട്രൂട്ട് തോരൻ, പിന്നെ കത്തിരിക്ക വിഴുക്ക്, പിന്നെ മത്തങ്ങ കാണുന്നില്ലല്ലേ, ലൈറ്റിൻ്റെ കുറവുണ്ട്. മത്തങ്ങ മുളകും മല്ലിയൊക്കെ ഇട്ടത്. ഇതാ അവനെത്തിപ്പൂരം കൂടി ഇട്ടോട്. മത്തങ്ങ മുളകിട്ടത്. അപ്പം നമ്മൾ എന്തിനാണ് ഇപ്പം വന്നതെന്ന് നിങ്ങൾക്കറിയാമോ മുത്തുമണികളെ? ഞമ്മൻ്റെ വാപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു മുത്തുമണികളെ. ഞമ്മൻ്റെ വാപ്പ ഉണ്ടല്ലോ ഭയങ്കര പാവമാണ് മുത്തുമണികളെ. ഞമ്മൻ്റെ വാപ്പ ഞമ്മനെ കണ്ട് കരഞ്ഞ് മുത്തുമണികളെ, കരഞ്ഞ്. ഞമ്മൻ്റെ വാപ്പാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മുത്തുമണികളെ. അതുകൊണ്ട് തന്നെ ഞമ്മൻ്റെ വാപ്പാനെയും ഉമ്മാനെയൊക്കെ നല്ല പേരാണല്ലോ ഉണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളൊന്നും രണ്ട് ഒളിച്ചോട്ടല്ല മക്കളെ നടത്തിയിട്ടുള്ളത്. ഞമ്മൻ്റെ വാപ്പാനെ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ? ഞമ്മൻ്റെ വാപ്പാനെ ചെറുതായി ഒന്ന് നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണഗതിയിൽ കല്യാണം കഴിച്ച സ്ത്രീ പുരുഷന്മാരെ അവിഹിതം പറയുമ്പോൾ ആ വീട്ടിലെ ആ കുടുംബനാഥൻ, ആ സ്ത്രീയുടെ ഭർത്താവിന് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും ആ സ്ത്രീ അങ്ങനെ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞമ്മൻ്റെ ഉമ്മാക്കൊരു ചെറിയ അവിഹിതം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഞമ്മൻ്റെ വാപ്പാനെ നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നു മുത്തുമണികളെ. പിന്നെ അതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണെങ്കിലും ആളുകളുടെ മുമ്പിൽ ഞമ്മക്ക് അവിഹിതം ഉണ്ടാക്കി കൊടുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് മുത്തുമണികളെ. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. പിന്നെ നമ്മളൊരു കുടുംബമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെറ്റത്തരം കാണിച്ചാലും നാളെ നമ്മളൊന്നാവും മക്കളെ, നമ്മളൊന്നാവും. നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ, നമ്മൾ ഇന്നലെ ഞമ്മളുടെ വാപ്പാൻ്റെ വീട്ടിലല്ല മക്കളെ പോയത്. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ നല്ല പേരുണ്ടാക്കി കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ വാപ്പ ഗൾഫിലൊക്കെ ഇരുന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വീട് എന്നെ കാരണം അവർ വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മുത്തുമണികളെ. ഈ വീട് വിൽക്കുന്നതിൻ്റെ തന്നെ കാരണക്കാരി ഞമ്മളാണ് മുത്തുമണികളെ. ഞമ്മളപ്പോൾ വാപ്പാനെ എവിടെ വെച്ചാണ് കണ്ടത്? ഞമ്മൻ്റെ വാപ്പ നിസ്കരിക്കാൻ വേണ്ടി റോട്ടിലേക്കൂടി ഇങ്ങനെ പോയപ്പോൾ ഞമ്മൾ കണ്ടതാണ് മുത്തുമണികളെ. പാവ എൻ്റെ വാപ്പ. അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വാപ്പ റോട്ടിലേക്കൂടി പോയപ്പോൾ ഞമ്മൾ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞമ്മക്ക് പിന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ആലങ്കാരികമായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, ഞമ്മൻ്റെ വാപ്പാനെ കണ്ട് വാപ്പ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരഞ്ഞെന്നൊക്കെ നമ്മൾ കരഞ്ഞ കാര്യമാണ് പറഞ്ഞത്.